കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വളറ വരെയുള്ള ഭാഗം വനമാണെന്ന് വനംവകുപ്പ് അഡീഷണൽ സെക്രട്ടറീസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതോടെയാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടത്. 3 മാസങ്ങൾക്ക് ശേഷം ചീഫ് സെക്രട്ടറി ഈ സത്യവാങ്മൂലം തിരുത്തി. റോഡ് നിർമ്മാണം നടക്കുന്നത് ഡീനോട്ടിഫൈ ചെയ്ത സ്ഥലത്താണെന്നായിരുന്നു പുതിയ സത്യവാങ്മൂലം. എന്നാൽ ഇത് സാധൂകരിക്കുന്നതിന് മതിയായ രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. എങ്കിലും വ്യവസ്ഥകൾക്ക് വിധേയമായി റോഡ് നിർമ്മാണം പുനരാരംഭിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നിർദ്ദിഷ്ട ഭൂമി വനഭൂമിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം വന്ന് 1 മാസം പിന്നിടുമ്പോഴും റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ ചീഫ് സെക്രട്ടറി ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. പകരം ഭൂമിയുടെ തരം സംബന്ധിച്ച് ജില്ലാ കളക്ടറോട് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ റവന്യൂ രേഖകളും യഥാർത്ഥത്തിൽ ഗവൺമെൻറ് കയ്യിലുണ്ട്. ഇത് ഡീനോട്ടിഫൈ ചെയ്തതിൻ്റെ രേഖകളുണ്ട്. അതുപോലെ ആ ഏരിയ കൃത്യമായി ആർക്കൈവ്സിലും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം ഗവൺമെൻറ് ഒരു അലംഭാവം കാണിക്കുന്നു. ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാരുടെ കീഴിൽ ഇപ്പോൾ ഒരു സംഘത്തെ ഫോറസ്റ്റുകാരുമായിട്ട് ചേർന്ന് 15 മീറ്റർ അളക്കാൻ പറഞ്ഞു. അവർ മരങ്ങളുടെ എല്ലാം അളവെടുക്കുന്നു. ഇങ്ങനെ അത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഉത്തരവിറങ്ങിയിട്ടില്ല. ഇടുക്കി ജില്ലയോട് ഉള്ള വലിയ ഒരു അവഗണനയായിട്ട് കാണാതിരിക്കാൻ കഴിയില്ല. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിക്കുകയും മരങ്ങൾ വെട്ടിനീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പാതി വഴിയിലാണ്. ഇത് മഴ പെയ്യുമ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണം സംബന്ധിച്ച കേസ് അടുത്ത മാസം 1 വീണ്ടും പരിഗണിക്കുകയാണ്. ഇതിനു മുമ്പ് മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് റോഡ് നിർമ്മാണത്തിന് തിരിച്ചടിയാകും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.